അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ സമ്പന്നരായി തീരുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരിശ്രമങ്ങൾ ആളുകൾ ഏർപ്പെടാറുണ്ട് അല്ലേ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സമ്പന്നരായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമ്പന്നരായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എവിടെയാണ് നമ്മൾക്ക് സമ്പന്നത ഉണ്ടാവേണ്ടത്? എവിടെ ഉണ്ടാവേണ്ടത്? നമ്മുടെ മനസ്സിലാണ് സമ്പന്നത ഉണ്ടാവേണ്ടത്. ചില ആളുകളുടെ ബാങ്കിൽ ലക്ഷങ്ങൾ ഉണ്ട്, വീട്ടിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഏക്കറക്കണക്കിന് ഭൂമികൾ അവരുടെ സ്വന്തം പേരിലുണ്ട്, മക്കളൊക്കെ വലിയ ജോലികളിൽ നല്ല ഉയർന്ന സാലറി വാങ്ങുന്ന ജോലികൾ ലഭിച്ചവരുണ്ട്. പക്ഷേ എന്നിട്ടും ഇവരുടെ മനസ്സിൽ ഒന്നും ഒരു സുഖമില്ല, മനസ്സിനൊരു റാഹത്ത് കിട്ടില്ല. അപ്പം ഇങ്ങനെ പുറമേ കുറേ സമ്പാദ്യം ഉണ്ടാവുക, കറൻസികളും വലിയ സ്ഥാനങ്ങളും ഉണ്ട്, പക്ഷെ മനസ്സിനൊരു സമാധാനം ഇല്ല എങ്കിൽ ഇതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഈന അൻ കസുറത്തുൽ അർദ് വലാകിന്നൽ ഈന ഈനൻ നഫ്സ്. സമ്പന്നത എന്നുള്ളത്, ഒരാൾ സമ്പന്നനാണ് എന്നുള്ളത് കുറേ വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല മനസ്സിലാക്കാൻ കഴിയുക. വലാകിന്നൽ ഈന ഈനൻ നഫ്സ്. സമ്പന്നത എന്നുള്ളത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അപ്പോൾ ഉള്ളതിൽ നമുക്കൊരു റാഹത്തുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഉള്ളതിലൊരു സംതൃപ്തി നമുക്കുണ്ടപ്പം നമ്മളെ മനസ്സറിഞ്ഞ് ഞാനൊരു സമ്പന്നനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ സമ്പന്നനായിട്ടുള്ള മനുഷ്യനാണോ അല്ലേ എന്നുള്ളത്. എങ്ങനെ സമ്പന്നൻ? ചെറിയ സമ്പന്നനൊന്നല്ല, ലോകത്തുള്ള എല്ലാ സമ്പത്തും കിട്ടിയതുപോലെ തുല്യമായിട്ട് ഉള്ള ഒരാളെക്കുറിച്ച് പറയാണ്. അതെങ്ങനെയാണ്? നമ്മൾ ലോകത്തുള്ള ഏറ്റവും വലിയ സമ്പന്നനാണോ അല്ലേ എന്നുള്ളത് ഇത് പറഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് തീരുമാനിക്കാൻ കഴിയും. മൻ അസ്ബഹ മിൻകും ആമിനം ഫീ ഷിർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിൻ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്ന് കാര്യം നമ്മൾക്കുണ്ടോ ഇല്ലയെന്ന് ഇപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവസാനത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ പറയാം. ഈ മൂന്ന് കാര്യമുള്ള ആൾ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ, ഈ ദുനിയാവിലുള്ള എല്ലാ സമ്പത്തും അയാൾക്ക് ലഭിച്ചവനെ പോലെയാണ് ഈ മുകളിൽ പറഞ്ഞ മൂന്നെണ്ണം ഒരാൾക്കുണ്ട് എങ്കിൽ. ഇനി ഒന്ന് നോക്കുക. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? മൻ അസ്ബഹ മിൻകും ആമിനം ഫീ ഷിർബിഹി. ഒരാൾ രാവിലെ എഴുന്നേൽക്കുകയാണ്. എങ്ങനെ എഴുന്നേൽക്കുന്നു? അയാളുടെ വിരിപ്പിൽ നിർഭയനായിട്ട്. നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റപ്പം സുബയുടെ സമയത്തോ തഹജ്ജുദിൻ്റെ സമയത്തോ എഴുന്നേറ്റത് എങ്ങനെയാണ്? പേടിച്ചാണോ നീച്ച്? ചിലപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട് ചിലപ്പോൾ പേടിച്ച് നെറ്റി ഉണരാറുണ്ട്. അതല്ലാതെ നമ്മൾ സാധാരണ കണ്ട് എഴുന്നേറ്റപ്പം ആരെങ്കിലും നമ്മളെ കൊല്ലുമോ എന്ന് ആരെങ്കിലും പേടിച്ചിനോ? ആരെങ്കിലും പേടിച്ചോ? ഇല്ല. പിന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഇപ്പം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കോ എന്നുള്ള ഭീതി നമുക്കുണ്ടായിരുന്നോ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം. നാളത്തെ നമുക്കറിയില്ല. ഇന്ന് ഏതെങ്കിലും ഒരു സിംഹോ ആനയോ വീട് വന്ന് ചവിട്ടി ആക്രമിക്കുന്നുള്ള പേടി ഉണ്ടായോ? ഇല്ല. പിന്നെ നമ്മുടെ വീടിന് മുകളിൽ മിസൈലോ ബോംബോ വന്ന് വീയോ എന്നുള്ള പേടി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തേത്, ഇതിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു നിർഭയത്വത്തോടു കൂടി നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. അത് നല്ല വലിയ AC റൂമൊന്നും ആവണമെന്നില്ല. നമ്മൾ സാധാ ഒരു പായിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ നിലത്ത് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് നമ്മൾ കിടന്നത്. അവിടെ നിന്ന് രാത്രി കഴിഞ്ഞ് ഉണർന്നപ്പം നമ്മൾ ആരും പേടിക്കാതെ എഴുന്നേറ്റു.
അതാണ് ഒന്നാമത്തെ അടയാളം, ഒന്നാമത്തെ ഇത്. അപ്പോൾ ഇതിൽ നമ്മളിരിക്കുന്ന ഞാനടക്കിയുള്ള നല്ലൊരു ശതമാനം ആളുകളും ഇന്ന് നിർഭയത്വത്തോടു കൂടിയാണ് ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ നമ്മൾ എഴുന്നേറ്റത്. പിന്നെ മൻ അസ്ബഹ മിൻകും ആമിനം ഫി ഷിർബിഹി, രണ്ടാമത് പറഞ്ഞത് മുആഫം ഫി ജസദിഹി, ആരോഗ്യത്തോടുകൂടി ശരീരത്തിൽ മാരകമായിട്ടുള്ള രോഗമൊന്നും ബാധിക്കാത്ത രീതിയിൽ ആണ് എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. നമുക്ക് വലിയ മാരക രോഗങ്ങളൊന്നും ഇപ്പോൾ അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല. ഓരോരുത്തരും അവനവനോട് ചോദിച്ചു നോക്കിയാൽ മതി, അവനവൻ്റെ ശരീരത്തിൽ എനിക്കിപ്പോൾ എന്താണ് മാരകമായിട്ടുള്ള രോഗമുള്ളത്. ഞാൻ താഴെ ക്ലാസ് എടുത്തപ്പം പറഞ്ഞു, ആ ഒരു സഹോദരന് ഒരു മാസം 60,000 രൂപയാണ് അയാൾ ഒരു 3 ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര രൂപ വേണം? ഒരു മാസത്തിൽ 60,000 രൂപ ആണെങ്കിൽ ഒരു ദിവസം എത്ര പൈസ ഉണ്ടാവണം? ഒരു ദിവസത്തിന് എത്ര പൈസ വേണ്ടി വരും? 2,000 രൂപ വേണം. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു രോഗം ബാധിച്ചതാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു അലട്ടുന്നൊരു രോഗമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ക്യാൻസർ പോലെ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഈ 3 ഫ്ലോറിൽ ഇപ്പോൾ ഈ ഏറ്റവും മുകളിലത്തെ ഈ ഹാളിൽ നമ്മൾ ആരെങ്കിലും താങ്ങി പിടിച്ചിട്ട് ഇവിടെ ഇരുത്തിയതാണോ? അല്ലല്ലോ. നമ്മളെ 2 കാലുകൊണ്ടും നമ്മൾ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇനി രണ്ടാമത്തെ ഇതാണ് പറഞ്ഞത്, മുആഫം ഫി ജസദി, ഈ വിരിപ്പിൽ നിന്ന് അയാൾ എഴുന്നേറ്റത് ആരോഗ്യത്തോടു കൂടിയാണ്. നമുക്ക് തലവേദന, മൈഗ്രെയിന്, പിന്നെ ചിലപ്പം പ്രഷർ, ഷുഗർ, ഇങ്ങനെയുള്ള ചെറിയ സംഗതികൾ മാറ്റി നിർത്തിയാൽ ആ വിരിപ്പിൽ നിന്ന് ആരോഗ്യത്തോടു കൂടിയാണ് നമ്മൾ എഴുന്നേറ്റിരുന്നത്. ഇനി മൂന്നാമത്തത് വൈന്ദഹു കൂത്തു യൗമീൻ, അന്നുള്ള ആ ഒരു ദിവസത്തുള്ള ആഹാരം അയാളുടെ കയ്യിലുണ്ട്. നമ്മളെ വീട്ടിൽ ഇന്ന് രാത്രി ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി നമ്മളെ വീട്ടിലുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയണേ. ഉണ്ട്. അപ്പോൾ 3 എണ്ണം അപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ഒന്ന് നിർഭയത്വത്തോടു കൂടി നമ്മൾ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. അതും എങ്ങനെ? ആരോഗ്യത്തോടു കൂടി. പിന്നെ ഇന്നത്തെ, നാളത്തതല്ല, ഇന്നത്തെ ഭക്ഷണം പാകം ചെയ്യാനുള്ള ആ ഒരു വിഭവം അയാളുടെ കയ്യിലുണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ, അയാൾ എങ്ങനെയാണ് ഈ ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്ക് കിട്ടി എന്നുള്ളത്. ഇപ്പം ഈ 3 അനുഗ്രഹങ്ങളും കിട്ടിയ ആളുകളൊന്നും എഴുന്നേറ്റെന്നാണ്. നിങ്ങൾ മനസ്സിലൊന്നും ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. മനസ്സിലൊന്നൊരു അൽഹംദുലില്ലാ, ഇരുന്നോളി. അപ്പോൾ കുറേ സമ്പന്നരായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടു. എവിടെയുണ്ട്? എവിടെ കണ്ടേ? ഇവിടെ കണ്ടു അല്ലേ? ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നേടിയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ഈ 3 സംഗതി നമുക്ക് ഉണ്ട് എങ്കിൽ. അപ്പം നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കണം. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട്, അതിനെക്കുറിച്ച് നമ്മൾ കിട്ടിയതിൽ അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 ഹദീസുകളാണ് സൂചിപ്പിച്ചത് അല്ലേ? ഒന്ന്, എന്താണ് യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്നുള്ളത്. രണ്ടാമതോ, ലോകത്തുള്ള സമ്പന്നരാരാണ് എന്നുള്ളത്. അതിപ്പോൾ രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പം ചില ആളുകളൊക്കെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, എനിക്കിപ്പോൾ 40 വയസ്സായി, ജീവിതത്തിൽ ഒന്നും എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ നേടിയിട്ടില്ല, ഇങ്ങനെ നിരാശപ്പെട്ട് പറയുന്ന ആളുകളുണ്ടാവും. എന്നാൽ നമ്മൾ ആ ഒരു ഗണത്തിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തു വേണം? നമ്മൾ അമലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം. നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ നന്മകളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ആ നന്മകൾ നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ദുനിയാവിലും നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. ഒരു 70 വയസ്സാകുന്ന സമയത്ത് ഒരു ജീവിതത്തിലേക്കൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് ഒരു റാഹത്ത് കിട്ടും നമ്മളെ ജീവിതത്തിൽ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ സക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ.
മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നല്ല കാര്യം ചെയ്തു, അമലു സ്വാലിഹാത്തുകൾ ചെയ്തു, അങ്ങനെ മൂമിനായിക്കൊണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, ഏറ്റവും നല്ല ഒരു ജീവിതം നാം അവർക്ക് നൽകുമെന്നുള്ളത്. അപ്പം നമ്മൾക്ക് നല്ല റാഹത്തുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഓരോ ദിവസവും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? നിസ്കാരം അധികരിപ്പിക്കുക, 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക, തഹജ്ജുദ്, സുന്നത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ ദിക്റുകൾ, പിന്നെ നമ്മൾക്ക് കഴിയുന്ന രീതിയിലുള്ള സദക്കകൾ, നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ഒരുപാട്. നമ്മൾ നന്മ ചെയ്യാനും ഒരേ പൈസയോ അല്ലെങ്കിൽ കുറേ ഇൽമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നല്ല ഒരു നിയ്യത്ത് നമ്മൾ മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം അള്ളാഹു നൽകും. പിന്നെ അതോടുകൂടി തീരില്ല. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും ഉത്തമമായതിനനുസരിച്ച് നാളെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരാൾക്ക് ചെയറൊന്ന് ഇരിക്കാൻ ഒരു ചെയർ ഇവിടെ നിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഫോം നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാനസികമായിട്ട് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. എന്നാൽ അതോടുകൂടി അതിൻ്റെ എഫക്റ്റ് അവസാനിക്കൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ചെയർ ഇവിടെ വിരിച്ചതിന്, ഒരാളോട് പുഞ്ചിരിക്കുന്നതിന്, ഒരാൾക്ക് നമ്മൾ ആശ്വാസ വാക്ക് പറഞ്ഞു കൊടുത്തതിന്, ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ജീവിതം എന്നുള്ളത് ഇതൊരു വലിയ സമ്പത്താണ്. ഈ സമ്പത്തിൽ ഏറ്റവും വലുതാണ് ഹിദായത്ത്. അപ്പോൾ ഈ ലഭിച്ച ഈ ഒരു ജീവിതം വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾക്ക് ഇണകളില്ലേ, സാമ്പത്തിക പ്രയാസം, രോഗം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതൊന്നും നമ്മൾ കണ്ണടക്കേണ്ടത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടതൊന്നും ആവശ്യമില്ല. പക്ഷേ ഉള്ളതിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അള്ളാഹു നൽകിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളെ മനസ്സിൽ വളർത്തിയെടുത്ത് ഈ ഒരു ജീവിതം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മാനസിക പ്രയാസങ്ങൾ മാറ്റി സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ബർസക്കിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. അള്ളാഹുവെ, ഹലാലും ത്വയ്യിബുമായിട്ടുള്ള റിസ്ക് മരണം വരെ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ റബ്ബേ. അള്ളാഹുവെ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് സ്വാലിഹീങ്ങളായിട്ടുള്ള ഇണകളെ നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ദുആ കൊണ്ട് ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.